മരണമേ സുസ്ഥി എന്ന് പറഞ്ഞ് കീഴടങ്ങുവാൻ സാധിക്കുന്നത് ആർക്കാണ്? ദൈവകൃപയുടെ പ്രവൃത്തിയാൽ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയവർക്കാണ്. അവർക്ക് മരണം ഒരു ദിവ്യ സമാഗമമാണ്. പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്ക് കഴിയുമെന്ന് സഭാപ്രസംഗകൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്. പ്രിയരെ, പ്രാണനെ തന്നവന് മാത്രം കഴിയുന്ന കാര്യമാണത്. അതൊരു പുറപ്പാടിൻ്റെ കഥയാണ്. ആ കഥയുടെ പേരാണ് മരണം. ജാതിഭേദങ്ങളില്ലാതെ, മതഭാവങ്ങൾ ചോദിക്കാതെ, പ്രായവ്യത്യാസങ്ങൾ പരിഗണിക്കാതെ, സ്ഥാനമാനങ്ങൾ മാനിക്കാതെ, ഉത്തരവാദിത്തങ്ങൾ നോക്കാതെ, തയ്യാറെടുപ്പുകൾ ശ്രദ്ധിക്കാതെ, ആരോടും ആലോചിക്കാതെ, സ്ഥലകാലങ്ങൾ വിഷയമാക്കാതെ, ഇഷ്ടാനിഷ്ടങ്ങൾ ആരായാതെ, യാത്ര പറയാൻ സാവകാശം തരാതെ ജാഗരൂകരായിരിക്കുവനെന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അത്യുന്നതിൻ്റെ വിധി തീർപ്പാണ് മരണം. അത് സ്വർഗത്തേക്കുള്ളൊരു യാത്രയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ അതൊരു എക്സിറ്റാണ്. അത് യാത്രകളുടെ യാത്രയാണ്. അവനവൻ്റെ അനുവാദം കൂടാതെയുള്ള യാത്ര, അവരെൻ്റെ ചുമലിലേറിയുള്ള യാത്ര, ആരും ആഗ്രഹിക്കാത്ത യാത്ര, അഖിലർക്കും വിധിച്ചിരിക്കുന്ന യാത്ര, ആഗ്രഹിച്ചതൊക്കെ നേടാത്ത യാത്ര, ആശിച്ചതൊക്കെ അനുഭവിച്ചു തീരാത്ത യാത്ര, എങ്കിലും ലക്ഷ്യമുള്ളൊരു ശ്രേഷ്ഠമീ യാത്ര, നേട്ടങ്ങൾ കൊണ്ടുള്ളൊരു ലാഭമീ യാത്ര, മണ്ണിൽ നിന്നും വിണ്ണിലേക്കുള്ള യാത്ര, വിലപിച്ചുകൊണ്ടുള്ളൊരു വിലാപയാത്ര, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകേണ്ട യാത്ര, സമ്പാദിച്ചതൊക്കെ ആസ്വദിച്ചു തീരാത്ത യാത്ര, മടക്കമില്ലാത്തൊരു തുടക്കമീ യാത്ര, ഭൂമിയിലെ അധ്വാനഫലം അനുഭവിക്കുവാനുള്ള സഫലമീ യാത്ര, ഇവിടെ ചെയ്ത കർമ്മങ്ങളുടെ നിയോഗങ്ങൾ തീർത്തിടത്തേക്കുള്ള പുണ്യയാത്ര, ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നിക്ഷേപങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണ യാത്ര, ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചവനെ തേടിയുള്ള ഊഷ്മളയാത്ര, അധ്വാനിച്ചു നേടിയ ആത്മീയ ശക്തിയുമായി ഒരാസ്വാദന യാത്ര, യുഗത്തിൽ ജീവിച്ചതിൻ്റെ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെയുള്ള നിത്യയാത്ര, സ്വന്തമായുള്ളവരും ബന്ധമായുള്ളവരും അടുക്കൽ വന്ന് ആദരവർപ്പിച്ചയക്കുന്ന ആഘോഷയാത്ര, ആവശ്യങ്ങളില്ലാത്തിടത്തേക്കുള്ള യാത്ര, അവസരങ്ങൾ അവസാനിച്ചിടത്തേക്കുള്ള യാത്ര, ആകുലതകൾക്ക് അസ്തിത്വമില്ലാത്തിടത്തേക്കുള്ള യാത്ര, അസ്വസ്ഥതകൾ അറിയാത്തിടത്തേക്കുള്ള യാത്ര, ആശ്രയം ആരിലർപ്പിച്ചുവോ ആത്മനിയന്താവിലേക്കുള്ളൊരു ആനന്ദയാത്ര, ജീവിച്ചു തീർത്ത നാളുകൾ ആവർത്തിക്കുവാനാകാത്ത അവസാന യാത്ര, ആത്മാവിൽ വ്യാപരിച്ചവരുടെ ആശ്വാസയാത്ര, ജീവിച്ചിടം ശുദ്ധശൂന്യമാക്കി ഉപയോഗിച്ചവയെല്ലാം ഉപേക്ഷിച്ച് സമ്പാദിച്ചവ സർവം വിട്ട് സ്നേഹിച്ചവരെ പിന്നിലാക്കി സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ച് ഹൃദയത്തെ സ്വർഗീയമാക്കി പരിമിതികളെ പരിവാരമാക്കി കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവുമായ സ്വർഗീയ ഭവനത്തിലേക്കുള്ള ഒരു ഉല്ലാസയാത്ര, ജനിച്ചു വീണ നാൾ മുതൽ എനിക്ക് വളരുവാനും വികസിക്കുവാനും പുണ്യങ്ങളാർജിക്കുവാനും ഇടം തന്ന ലോകമേ യാത്ര, വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് പെട്ടിയോട് പെട്ടി ചേർത്ത് സംതൃപ്തിയിലും സന്തോഷത്തിലും ജീവിച്ചു പോന്ന മനുഷ്യനെ ശ്വാസമൊന്ന് നിലച്ചപ്പോൾ പ്രിയപ്പെട്ടവർ തന്നെ അളന്നുണ്ടാക്കിയ പെട്ടിയിലേക്ക് ശവമായി ഒതുക്കുന്നു. താമസിയാതെ വീടിൻ്റെ പ്രധാന മുറിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷം കണക്കില്ലാത്ത വിധം പാദങ്ങൾ പതിഞ്ഞ് തൻ്റെ മുറ്റത്തു നിന്നും സ്വന്തമായുള്ളവർ ഉത്സാഹത്തോടെ പൊക്കിയെടുത്ത പെട്ടിയുമായി തൻ്റെ വിയർപ്പ് കണം വീണ വഴിയിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ദേവാലയത്തിലേക്കൊരു യാത്ര. ഇതാദ്യത്തേതും അവസാനത്തേതുമായ യാത്ര. ഒരുങ്ങി കാത്തിരിക്കുന്നവന് സന്തോഷമേകുന്ന യാത്ര, ഒരുങ്ങാത്തവന് വെപ്രാളമേകുന്നൊരു സമാഗമം. ജീവിതത്തിൻ്റെ നാളുകളെ സ്വർഗത്തു നോക്കി നടന്നു തീർത്തവന് ആനന്ദം, ജീവിതത്തിൻ്റെ നാളുകളെ യുഗത്തിലെ സുഖത്തിനും സമ്പാദ്യത്തിനുമായി വിനിയോഗിച്ചവന് ദുരിതം, ധനത്തിൽ ആശ്രയം വെച്ചും സമ്പത്തിൽ അഹങ്കരിച്ചും ആരോഗ്യത്തിൽ അഭിമാനം കൊണ്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കാതെ പോയവന് ദുരിതം, ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനും ക്ഷമിക്കുവാനും വഹിക്കുവാനുമുള്ള വിശ്വാസം വെളിച്ചമില്ലാതെ ജീവിച്ചവർക്ക് അസ്വസ്ഥത, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ വേണ്ട സഹനശക്തി കൈവരിച്ചവർക്ക് സ്വസ്ഥത, സ്വർഗത്തിലെ പ്രതിഫലം മുന്നിൽ കണ്ട് യുഗത്തിലെ ക്ലേശങ്ങൾ നിസ്സാരമായി കരുതി സഹിച്ചവർക്ക് സന്തോഷം, ആയുസിൻ്റെ ക്രിസ്തുതി എണ്ണാൻ നമ്മെ ജ്ഞാനികളാക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പാരായണം അവഗണിച്ചതിൻ്റെ പശ്ചാത്താപം അന്ത്യദിനത്തിൽ നിങ്ങളെ അലട്ടാതിരിക്കട്ടെ. സമ്പത്തിലുള്ള അഹങ്കാരം ആത്മരക്ഷയേകില്ല, ധനത്തിലുള്ള ആശ്രയം ആശ്വാസമാകില്ല, സ്ഥാനമാനങ്ങളിലുള്ള സന്തോഷം നിത്യതയ്ക്കുതകില്ല, രക്തബന്ധങ്ങളിലുള്ള താല്പര്യം ആശയ്ക്ക് വകതരില്ല, സ്വന്തം ജീവൻ്റെ വില കൊടുക്കാൻ ഭൂമിയിലെ സമ്പത്തിന് സാധ്യമല്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ,
ദേശങ്ങൾ സ്വന്തമെന്നും കെട്ടിടങ്ങൾ ആസ്തിയെന്നും തോട്ടങ്ങൾ നേട്ടമെന്നും ആദായങ്ങൾ ലാഭമെന്നും മക്കൾ കൂടെയെന്നും ധാന്യങ്ങൾ കലവറയിലെന്നും ശമ്പളം മിച്ചമെന്നും പെൻഷൻ സുഖിക്കാനെന്നും വാർദ്ധക്യം വിശ്രമിക്കാനെന്നും കരുതി ജീവിച്ച് ശവകുടീരത്തെ നിത്യവസതിയാക്കരുതേ. അഴിഞ്ഞു തീരാത്തൊരു ഗോതമ്പുമണിയാകരുത്, ഉരുകിത്തീരാത്ത മെഴുകുതിരിയാകരുത്, ആരെയും സ്നേഹിക്കാത്തൊരു ഹൃദയമാകരുത്, അവരിനു വേണ്ടി അധ്വാനിക്കാത്തൊരു ശരീരമാകരുത്, സഹോദരങ്ങൾക്ക് വേണ്ടി നീളാത്ത കൈകളാകരുത്, ശുശ്രൂഷകൾക്ക് വേണ്ടി ഓടി നടക്കാത്ത പാദങ്ങളാകരുത്. അഴുകിയും ഉരുകിയും സ്നേഹിച്ചും സേവിച്ചും കൈവന്ന ദീപശോഭയിൽ നീ അന്ത്യയാത്ര ചെയ്യുക. നിന്നിൽ നിന്നും സഹായം സ്വീകരിച്ച കൈകൾ നിന്നെ വഹിക്കട്ടെ. നിന്റെ സ്നേഹമനുഭവിച്ച ഹൃദയം നിനക്കായി കരയട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ ഫലമനുഭവിച്ചവർ നിനക്കായി പ്രാർത്ഥിക്കട്ടെ. നീ പങ്കുവച്ചു വളർത്തിയവർ നിന്നെ അനുഗമിക്കട്ടെ. നിന്റെ നന്മയിൽ പങ്കുചേർന്നവർ നിന്നെ തുണയ്ക്കട്ടെ. സ്വന്തമായുള്ളവരും ബന്ധമായുള്ളവരും നിന്നോട് അടുത്തു നിൽക്കട്ടെ. എന്നാൽ നിന്റെ പരലോക യാത്രയിൽ നിനക്ക് തണലേകാൻ നീ ചൊല്ലിയ പ്രാർത്ഥനകളും ചെയ്ത നന്മകളും ത്യജിച്ച സുഖങ്ങളും വഹിച്ച ഭാരങ്ങളും സഹിച്ച വേദനകളും കൊടുത്ത സമ്പത്തും സ്നേഹിച്ച ഹൃദയങ്ങളും നൽകിയ ദാനങ്ങളും ശീലിച്ച സുഹൃതങ്ങളും നേടിയ പുണ്യങ്ങളും നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. അവർണ്ണനീയമായ വികാര വിചാരങ്ങളാൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്ന ആദ്യത്തെയും അവസാനത്തെയും അവസരമാണ് മരണസമയം. താൻ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ കണ്ടെത്താൻ നമ്മുടെ ഓർമ്മ പരതും. ഒന്നും തെളിഞ്ഞു വരുന്നില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഒഴിവുകഴിവുകളും നീതിന്യായങ്ങളും അന്വേഷിക്കുവാൻ നാം കഷ്ടപ്പെടും. ഒന്നും കണ്ടെത്തുന്നില്ല. സുഖവും സ്വസ്ഥതയുമുള്ള നാളുകളിൽ ഭക്തകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്ന ചിന്ത 1000 മുള്ളായി ഉള്ളിലിരുന്ന് കുത്തുന്ന അനുഭവം. ആത്മീയ സത്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണുമ്പോഴുള്ള ഹൃദയ നൊമ്പരം, വിശുദ്ധമായ കാര്യങ്ങളെ അവഗണിച്ചതിൻ്റെ നഷ്ടബോധം, നിത്യരക്ഷയെക്കുറിച്ചുള്ള വിചാരം ഗൗരവമായി പരിഗണിക്കാത്തതിൻ്റെ ഇച്ഛാഭംഗം, നവീകൃത ജീവിതത്തിനുള്ള ക്ഷണം കാര്യമായി പരിഗണിക്കാത്തതിൻ്റെ ദുഃഖസങ്കടം, അവഗണിച്ച് കളഞ്ഞ സൽപ്രവൃത്തികളെക്കുറിച്ചുള്ള വിലാപം, സഹനത്തിൻ്റെ രക്ഷാകരമൂല്യം അറിഞ്ഞ് സഹിക്കാത്തതിൻ്റെ വേദന, പരിത്യാഗം പരിത്യജിച്ചതിൻ്റെ പരിതാപം, നന്മ പ്രവൃത്തികൾ ചെയ്യാത്തതിൻ്റെ കുറ്റബോധം. ഇതൊന്നും നമ്മെ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ മൂല്യമുള്ളതാക്കി തീർക്കുന്ന തനത് വിധി നമുക്ക് ആശ്വാസമരുളുന്നതാകട്ടെ. ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ വിലയുള്ളതാക്കി തീർക്കുന്ന ന്യായവിധിയുടെ തീരുമാനം നമുക്ക് ആനന്ദമേകട്ടെ. ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാനായി ജ്ഞാനം തേടിയും നേടിയും നടന്ന കാലം അന്ത്യവിധിയുടെ ദിവസത്തിൽ ആദായകരമായി തീരട്ടെ. നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലേക്ക് പ്രവേശിക്കുക എന്ന വചനം കേട്ട് ആത്മാവ് ആഹ്ലാദിക്കട്ടെ. ആമേൻ.